പാപ്പിനിശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം DMO നിലപാടിൽ അവ്യക്തത നീങ്ങുന്നില്ല. ഹെൽത്ത് സെന്ററിൽ നേരത്തെ സേവനമനുഷ്ഠിച്ച നരേന്ദ്രൻ ഡോക്ടറെ മെഡിക്കൽ ഓഫീസറായി നിയമിക്കണമെന്ന നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യപ്രകാരം ആരോഗ്യവകുപ്പിന് സ്ഥലം MLA ഉൾപ്പെടെയുള്ളവരുടെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ഇടപെടലിന്റെ ഭാഗമായി നിയമനം നടത്താൻ നിർദ്ദേശം നൽകിയെങ്കിലും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കർക്കശ നിലപാട് കാരണം നിയമനം വൈകുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ ചാനലിൽ കണ്ണൂർ ഡയറിയിൽ പാപ്പിനിശ്ശേരി ഹെൽത്ത് സെന്ററിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് സ്ഥലം MLAയുടെ നിർദ്ദേശമടങ്ങുന്ന കത്ത് DMOവിന് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ കൊണ്ടുചെന്നപ്പോൾ അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ DMO തയ്യാറായിരുന്നില്ല. നേരത്തെ ഹെൽത്ത് സെന്ററിൽ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ നരേന്ദ്രൻ റിട്ടയർ ചെയ്തെങ്കിലും 1 വർഷം ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ കാലയളവിൽ മാതൃകാപരമായ രീതിയിൽ ജനങ്ങൾക്ക് ഗുണകരമായ നിലയിലായിരുന്നു ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ആവശ്യത്തിന് ഡോക്ടർമാരും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താത്തത് കാരണം ഈ ആശുപത്രി അനാസ്ഥയിലാണ്. ഇത് വൻ ബഹുജന പ്രക്ഷോഭത്തിലായി മാറിയപ്പോഴാണ് ഡോക്ടർ നരേന്ദ്രനെ വീണ്ടും നിയമിക്കണമെന്ന വാദം ശക്തമായത്. എന്നാൽ DMOവിന്റെ നിലപാട് ഇതിനെതിരാവും വിധത്തിലായിരുന്നു. കണ്ണൂർ വിഷൻ വാർത്തയ്ക്ക് ശേഷം പ്രമുഖ പത്രത്തിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്താവിവരവുമായി കണ്ണൂർ വിഷൻ പ്രതിനിധികൾ DMOവിനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതായിരുന്നു. അയാളെ നമുക്ക് പൂമാല കൊടുത്ത് ചണ്ടാപാതിയിൽ വെച്ചിട്ട് അയാളെ അന്വേഷിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാം കേട്ടോ. നിയമനം നമുക്കൊരു നിയമനം ഉണ്ടാക്കിയിട്ട് എങ്ങനെ നമ്മൾ കാര്യം പത്രത്തിൽ ഇങ്ങനെ കൊടുക്കാം. നരേന്ദ്രൻ ഡോക്ടർ മാത്രമല്ല, ജില്ലയിലെ ഏത് ഡോക്ടർക്കും എവിടെയെങ്കിലും കോൺട്രാക്ട് ഡോക്ടറായിട്ട് ജോലി ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്രസ് ഫോൺ നമ്പർ തന്നാൽ DMO അവരുടെ വീട്ടിൽ പോയിട്ട് ഓർഡർ കൊടുക്കുന്നത്. ഡോക്ടറും താനും തമ്മിൽ ഈഗോ പ്രശ്നമുണ്ടെന്നും നരേന്ദ്രൻ തന്റെ മുന്നിൽ വന്ന് അപേക്ഷ നൽകിയാൽ ഉത്തരവ് നൽകാമെന്നും ഡോക്ടർ നരേന്ദ്രൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലെന്നുമായിരുന്നു DMOവിന്റെ നിലപാട്. ഇതേസമയം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർക്ക് ഡോക്ടറെ നിയമിക്കാൻ DMOവിന് നിർദ്ദേശം നൽകാൻ അധികാരമുണ്ടെങ്കിലും ഇദ്ദേഹം ഇതിന് കൂട്ടാക്കാതെ തന്റെ വാശിയിൽ ഉറച്ചുനിന്ന് മലയാള പത്രങ്ങളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. മാത്രവുമല്ല, നരേന്ദ്രൻ ഡോക്ടറെ താൻ സ്വീകരിച്ചാനയിക്കാം എന്ന വില കുറഞ്ഞ പരിഹാസവും നിർത്തി. ഞാൻ രണ്ട് പത്രമേ വായിക്കാറുള്ളൂ. ഒന്ന് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബാലൻസ് ആയിട്ട് എഴുതണം. ഞാൻ മനോരമ, മാതൃഭൂമി ഒന്നും വായിക്കാറില്ല. കാരണം അത് പത്രമല്ല, അത് വൺ സൈഡഡ് സ്റ്റോറീസ് വരുന്നതാണ്. എന്നാൽ ജില്ലയിലെ മുതിർന്ന ഡോക്ടർ എന്ന നിലയിൽ സുപരിചിതനായ ഡോക്ടർ നരേന്ദ്രനെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ നിയമം അനുശാസിക്കും വിധം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിയമനം നടത്താൻ നിയമങ്ങൾ ഉണ്ടെന്ന് വിസ്മരിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്ഥലം MLA KM ഷാജി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അടിയന്തരമായും പാപ്പിനിശ്ശേരി ഹെൽത്ത് സെന്ററിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും KM ഷാജി MLA കണ്ണൂർ വിഷനോട് പറഞ്ഞു. അങ്ങനെ ഇതൊരു രാജഭരണം എന്നല്ല, ഇവിടെ ആരെങ്കിലും വന്ന് കണ്ട് മുനാഷിച്ച് അതിനൊന്നുമല്ല. ഇനി പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറാണ് പ്രശ്നം, അത് പാലിക്കുന്നുള്ള പ്രശ്നം. അല്ലാതെ DMOനെ വന്ന് ഡോക്ടർ കാണുന്നു, ഡോക്ടർ വന്ന് DMO കാണും, അങ്ങനത്തെ ഒരു ഈഗോന്റെ കാര്യം എന്താണിത്? അത് അങ്ങനെ ഒന്നും വിടുന്ന പ്രശ്നമില്ല. അത് അത്ര ഒരു വെല്ലുവിളിയൊന്നും, ഒരു ഉദ്യോഗസ്ഥന്റെ വെല്ലുവിളിയൊന്നും സഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് അങ്ങനെ വിടാനും പോണില്ല. അത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കും. സീരിയസ് ആയി എടുക്കും. അത് തിങ്കളാഴ്ച തന്നെ നിയമസഭയിൽ ഞാൻ ഉന്നയിക്കും. അതിന്റെ നടപടികൾ ക്രമങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനും അങ്ങനെ ഡോക്ടറും അങ്ങനെ ആരുടെ മുമ്പിൽ വഴങ്ങേണ്ട പ്രശ്നമൊന്നുമില്ല. ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾക്ക് മുഴുവൻ ബുദ്ധിമുട്ടാണ്. ക്യാമറമാൻ ഷിജുവിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം ഷാജി ദാമോദരൻ, കണ്ണൂർ വിഷൻ.